ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പർച്ചേസിനൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ മറക്കാതെ വാങ്ങാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങുമ്പോൾ ഒന്ന് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഡേറ്റ്സ് ആട്ടോ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടാണല്ലോ നോമ്പ് തുറക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത്. നിങ്ങളെ വീട്ടിൽ ഗൾഫ് ഫെയറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ തൽക്കാലം വാങ്ങിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതാ നന്നാരി സർബത്താണ്. ഇവിടെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കലക്കുന്നത് എപ്പോഴും നന്നാരി സർബത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം കലക്കുമ്പോൾ കസ്കസ് ആഡ് ആക്കുന്നവരാണെങ്കിൽ അത് വാങ്ങിച്ചോളൂ കേട്ടോ. ശരീരത്തിന് നല്ല തണുപ്പാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതിപ്പോൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് റൂഹബ്സയാണ്. നമുക്കറിയാലോ നോമ്പായാൽ പിന്നെ മുഹബത്ത് കാ സർബത്തിൻ്റെ ബഹളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റൂഹബ്സ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതുപോലെ നമ്മളെല്ലാവരും റവ അഥവാ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവയും സേമിയയും എടുക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഓട്സും വാങ്ങിക്കാട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ഒരു മിൽക്കാണ് ഗുഡ് ലൈഫിൻ്റെ ലോ ഫാറ്റ് മിൽക്ക്. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാനും അതുപോലെ ഇനിയിപ്പോൾ ഓട്സ് ഉണ്ടാക്കുന്ന ടൈമിൽ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുള്ള ടൈമിൽ ഇത് യൂസ് ആക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വീട്ടിൽ തേങ്ങയൊക്കെ ആട്ടിച്ച് എണ്ണ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് എടുക്കണമെന്നില്ല കേട്ടോ. അല്ലാത്തവർ വെളിച്ചെണ്ണ എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൾവിൻ്ററിൻ്റെ ഒരു ഓയിലും എടുക്കുന്നുണ്ട്. എല്ലാ സ്നാക്സും നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ പറ്റില്ല. ചില അറേബ്യൻ ഫുഡുകൾ, അറേബ്യൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ യൂസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓയിൽ ബോട്ടിലും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ അരിയാണ് കേട്ടോ. അരി നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും ചോറ് കഴിക്കണമല്ലോ. അത്താഴമാണെങ്കിലും ഇനി അത് കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്തിന് കൊടുക്കാനാണെങ്കിലൊക്കെ അരി വേണമല്ലോ. അപ്പോൾ ഇത്ര ചെറിയ ചാക്ക് മതിയെന്ന് വെച്ചാൽ അതല്ല കേട്ടോ. വലിയ ചാക്ക എനിക്ക് പൊന്തിക്കാൻ വയ്യാത്തതുകൊണ്ട് ചെറിയ ചാക്കായിട്ട് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. മിക്ക വീട്ടിലും നോമ്പിന് പത്തിരി ഉണ്ടാക്കുമല്ലോ, അതിനാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി പച്ചരി കഴുകി പൊടിപ്പിക്കുന്നവരാണെങ്കിൽ പച്ചരി വാങ്ങിച്ചാലും മതി. പിന്നെ ഇതാ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുളക് പൊടി ഉണ്ടാക്കാനും പിന്നെ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ചില്ലി ഫ്ലേക്സും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു നോമ്പിൻ്റെ ടൈമിലാണ് മല്ലിയും മുളകും മഞ്ഞളൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പൊടിപ്പിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതാ പൊടിയും ഇവിടെ അവൈലബിൾ ആട്ടോ. മല്ലി, മഞ്ഞൾ, മുളക് പൊടി അങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാലും മതി. പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെ മല്ലി, മുളക്, മഞ്ഞൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊടി വാങ്ങിച്ചിട്ടില്ല. ഇതുപോലെ മല്ലിയും മുളകും മഞ്ഞളൊക്കെ അങ്ങനെ തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതാ രാഗി എടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഈ നോമ്പിനെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പച്ചരി പൊടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രാഗിയും പൊടിപ്പിക്കാറുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പത്തിരി ഉണ്ടാക്കാറ്. പിന്നെ പഞ്ചസാര വാങ്ങിക്കുന്നുണ്ട്. പഞ്ചസാരൻ്റെ ആവശ്യം നോമ്പിന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ, ഇഷ്ടം പോലെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചധികം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായപ്പൊടി വാങ്ങുന്നുണ്ട്. ഇനി കോഫി കുടിക്കുന്നവരാണെങ്കിൽ കോഫി വാങ്ങിച്ചോളൂ. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉഴുന്ന് കുറച്ചെടുത്തോളൂ. ഞാൻ ഇടയ്ക്ക് പത്തിരി മാറ്റിയിട്ട് ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉഴുന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഇടയ്ക്കൊക്കെ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റസ്ക് പൊടി ആവശ്യമാണല്ലോ. അപ്പോൾ റസ്ക് പൊടിയായിട്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. ഇതുപോലെ റസ്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ 2 പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേയിൽ അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോൾ കുറേ കാലം കേടുകൂടാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ്, ബദാം, അതുപോലെ ഉണക്കമുന്തിരി ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ റവക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വറവിട്ടിടാനാണ്. അപ്പോൾ അത് ഒരു മാസം കേടുകൂടാതെ എങ്ങനെ വറവിട്ട് വെക്കാമെന്നുള്ളൊരു വീഡിയോ നെക്സ്റ്റ് ഡേയിൽ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. പിന്നെ വറവിടാനായിട്ട് സ്വാഭാവികമായിട്ടും നെയ്യ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ നെയ്യാണോ വാങ്ങിക്കാറ് അത് വാങ്ങിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും മിൽമയുടെ നെയ്യോ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ നെയ്യോ ആണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ നിങ്ങൾ ഏതാ വാങ്ങിക്കുക വെച്ചാൽ അത് വാങ്ങിക്കുക. പിന്നെ ഉപ്പ് ആവശ്യമാണല്ലോ, ഉപ്പില്ലാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് കൊണ്ട് മതിയാവുമോ എന്ന് വെച്ചാൽ അല്ല കേട്ടോ, 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കാണിച്ച് വീഡിയോ ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് മൈദ എടുക്കുന്നുണ്ട്. അതുപോലെ കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. കടലമാവ് ബജിയൊക്കെ ഉണ്ടാക്കാൻ മൈദ എന്താണെന്നറിയില്ല, എല്ലാ സ്നാക്സ് ഉണ്ടാക്കാനും മൈദ ആവശ്യമാണല്ലോ. അപ്പോൾ അത് രണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ, ഞാനിപ്പോൾ കെച്ചപ്പോ ആണ് എടുക്കുന്നത്. നിങ്ങൾ എന്താണോ യൂസ് ആക്കാറ് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എന്തിനാണ് ഈ നോമ്പിനെന്ന് വെച്ചാൽ സമൂസ, കട്ട്ലറ്റ് ഇതൊക്കെ സ്നാക്സ് ഉണ്ടാക്കിയാൽ നമ്മളെ വീട്ടിലെല്ലാവരും ഇത് കൂട്ടിയിട്ടാണ് അത് കഴിക്കാറ്. ഇനി അതെല്ലാവർക്കും കഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ.
പിന്നെ ചക്കരയും ചക്കരപ്പൊടിയും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്തായാലും ഒരു ഷുഗർ ഏരെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ മധുരം ഒഴിവാക്കിയിട്ട് ഇടയ്ക്ക് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് യൂസ് ആക്കിയിട്ടും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കുക. പിന്നെ ഇതാ സ്പ്രിംഗ് റോളും അതുപോലെ സമൂസ ഉണ്ടാക്കുന്ന ഷീറ്റും ഓരോന്ന് വീതം വാങ്ങിക്കുന്നുണ്ട്. ഒന്നിന് മതിയാവും കേട്ടോ, അതിൽ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഒന്നിനെ വാങ്ങിക്കുമ്പോൾ അതന്നെ നോമ്പ് കഴിയുമ്പോഴത്തേനും അവിടെ ബാലൻസ് ആവാറുണ്ട്. അപ്പോൾ ഓരോന്ന് വീതം രണ്ടിന്നും എടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പല വെറൈറ്റി സ്നാക്സും നോമ്പിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ചീസൊക്കെ വാങ്ങിച്ചോളൂ. ഞാനിപ്പോൾ മൊസറല്ല ചീസ് 2 വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ തന്നെയുള്ള ചീസാണ്, നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി അതല്ല ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നത് വരുന്നുണ്ട്, അത് വാങ്ങിക്കുന്നവർ അത് വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ അതുപോലെ ചീസിൻ്റെ സ്ലൈസും എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചീസൊക്കെ വെച്ചിട്ട് സ്നാക്സ് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചോളൂ. ഞാനിപ്പോൾ ചീസിൻ്റെ സ്ലൈസ് ഇതാ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ബട്ടറും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ചീസും ബട്ടറൊക്കെ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ആട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ എഗ്ഗ് എടുക്കുന്നുണ്ട്. എഗ്ഗ് കുറച്ച് അധികം എടുത്തോളൂ. ഇനി ഹോൾസെയിലായിട്ടൊക്കെ എഗ്ഗ് വാങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ. എഗ്ഗ് നമുക്ക് നോമ്പിന് ഇടയ്ക്കൊക്കെ ആവശ്യമാണല്ലോ. പല സ്നാക്സും നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പാല്, മിൽമയുടെ പാല് എടുക്കുന്നവരാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. പിന്നെ ഗരം മസാലയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതാ ഒന്നിച്ചിട്ടുള്ള പാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതിയാവും. പിന്നെ ഏലക്ക മാത്രം സെപ്പറേറ്റ് വാങ്ങിക്കുന്നുണ്ട്. റവക്കഞ്ഞിയിലും മധുരമുള്ള പലഹാരത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൊടിച്ച് വെക്കാനാണ്. അതിൻ്റെയൊക്കെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാവേ. പിന്നെ ഉലുവ വാങ്ങിക്കുന്നുണ്ട്. ജീരകക്കഞ്ഞി, ഇറച്ചിക്കറി ഇതിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുരുമുളക് വീട്ടിലില്ലാത്തവരാണെങ്കിൽ കുറച്ച് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ച് വെച്ചോളൂ. നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും ബീഫ് കറി വെക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ കടുക് വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാ പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്നതാണല്ലോ. പിന്നെ നോമ്പിനും കടുക് ആവശ്യമാണല്ലോ, അതുകൊണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ 2 തരം ജീരകം വാങ്ങിക്കുന്നുണ്ട്. ചെറിയ ജീരകം വെള്ളത്തിലിട്ട് കുടിക്കാനും വലിയ ജീരകം നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും വറുത്തരച്ച് വെക്കുമ്പോഴൊക്കെ ആഡാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നോമ്പിന് പത്തിരിയുടെ കൂടെ കടലക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ പച്ചപ്പട്ടാണി കടലയും പയറും പിന്നെ പുട്ടുകടല ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. ഇവിടെ പിന്നെ ആരും അങ്ങനെ പുട്ടുകടലക്കറി ഒന്നിലേക്കും അങ്ങനെ കഴിക്കാറില്ല. പുട്ടിലേക്ക് തന്നെ കഴിക്കൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പുട്ടുകടല എടുക്കുന്നില്ല, ചെറുപയറും പട്ടാണിയും എടുക്കുന്നുണ്ട്. അത് ചില ദിവസങ്ങളിൽ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ പച്ചക്കറി കഴിക്കാൻ, അപ്പോൾ അതിനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അധികം ആൾക്കാരും ഈ അത്താഴത്തിന് ഫിഷ് കറി കഴിക്കാൻ മടിയാവുമല്ലോ, അപ്പോൾ ഇടയ്ക്കൊന്ന് പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് പച്ചക്കറിയൊക്കെ കളക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ പച്ചക്കറിയായിട്ട് നോമ്പിന് വാങ്ങിക്കുന്നില്ല. അതൊക്കെ ഒരു 2-3-4 ദിവസത്തിന് പച്ചക്കറി വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസം പോയി വാങ്ങിക്കുള്ളൂ. പക്ഷേ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയുള്ളി ഇതൊക്കെ കുറച്ചധികം വാങ്ങിക്കും കേട്ടോ. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോമ്പിന് അത് പോയി എടുത്ത് അരയ്ക്കുക, വീണ്ടും എടുക്കുക, അരയ്ക്കുക, ഈ ഒരു പണി കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചിട്ടൊന്ന് അരച്ച് വെക്കും. പിന്നെ ഉരുളങ്കിഴങ്ങ് എടുക്കുന്നുണ്ട്. നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ ചില പത്തിരിക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉരുളങ്കിഴങ്ങ് യൂസ് ആക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളങ്കിഴങ്ങ്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ നമ്മൾ മാളിൽ വന്ന് എടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് നമ്മളെ സൈസിനനുസരിച്ചുള്ളത് എടുക്കാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയുള്ളിയൊക്കെ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി, അതുപോലെ ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് തൊലിക്കാൻ എളുപ്പത്തിലുള്ള, അങ്ങനെ വലുത് എടുക്കുമ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ അങ്ങ് പോവും. നമുക്ക് തൊലിക്കാൻ എളുപ്പത്തിലുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ വന്നാൽ കളക്ട് ചെയ്യാം. പിന്നെ തക്കാളിയൊക്കെ കുറച്ചിച്ച് വാങ്ങുന്നുള്ളൂ. എനിക്ക് തക്കാളി അത്ര അങ്ങ് ക്വാളിറ്റി ഇഷ്ടമായില്ല, അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ ഇവിടെ തേങ്ങയുണ്ട് കേട്ടോ, അത് നമ്മൾ വാങ്ങിച്ചില്ല. നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ള സംഭവം തേങ്ങയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് ഇവിടെ കൊടുന്നേക്കാന്ന്. ഇനി ഞങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. പുറം നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങയൊക്കെ വാങ്ങിക്കുമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരു തേങ്ങയൊക്കെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ റേറ്റും കൂടി കണ്ടപ്പോൾ വൃത്തിയായി. പിന്നെ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും എടുക്കുന്നില്ല, ഒരു 3-4 എടുക്കുന്നുള്ളൂ. നമ്മൾ ചിലപ്പോൾ ചിക്കൻ ഗ്രേവി, അതുപോലെ സ്പ്രിംഗ് റോള് അങ്ങനത്തെ ചില സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ആക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം നോക്കിയോടത്ത് ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉള്ളായിരുന്നു. വേറൊരു സ്ഥലത്താണ് ഇവരിങ്ങനെ കളർഫുള്ളായിട്ട് ക്യാപ്സിക്കം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു 2-3 അതും കളക്ട് ചെയ്തു. എല്ലാത്തിനും ഒരേ ഫ്ലേവറാണ്. പിന്നെ ഒരു ഭംഗിക്ക് പല കളറും കട്ട് ചെയ്തിട്ടാൽ കാണാനൊരു രസം, അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 കളർ എടുത്തതേ ഉള്ളൂ.
പിന്നെ ഇതാ കടലമാവ് വാങ്ങിയ സ്ഥിതിക്ക് ബജിമുളക് കൂടി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ ബജിമുളകിൻ്റെ ക്വാളിറ്റി അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു പാക്കേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ നോമ്പിന് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുക. അതിങ്ങനെ ഒന്നിച്ച് വാങ്ങിക്കണം എന്നൊന്നുമില്ല. ഡെയിലി വാങ്ങുകയോ അല്ലെങ്കിൽ 2 ദിവസത്തിനൊക്കെ വാങ്ങിച്ച് വെക്കുകയോ ചെയ്താൽ മതി. കാരണം ഒന്നിച്ച് വാങ്ങിച്ചാൽ അതത്ര ഫ്രഷ് ആയിരിക്കില്ലല്ലോ. എന്നും വാങ്ങുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പിന്നെ വാട്ടർ മെലോണൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് ചൂടായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വാട്ടർ മെലോൺ വാങ്ങുമ്പോൾ ചിലതൊക്കെ നാശമായതായിരിക്കും കിട്ടുക. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കുക. അപ്പം നമുക്ക് നല്ലതാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും പർച്ചേസിങ്ങിൽ വിട്ടുപോയിക്കണമെന്ന് എനിക്കറിയില്ല. ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഓർത്ത് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇതിലും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഫൈനലി നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്നു. അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല റഷുള്ള ഏരിയയാണ് ബില്ല് ചെയ്യുന്ന സ്ഥലം. നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും. അപ്പോൾ പലർക്കും അത് വീഡിയോയിൽ അവർ കാണുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ഡിസ്റ്റർബ് വരും. വെറുതെ എന്തിനാണ് നമ്മൾ വേറെയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ആ നേരം കൊണ്ട് ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ലൈവ് ടീയും ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഡെയിലി നമ്മുടെ ഷോർട്ട് വീഡിയോ ഉണ്ടാവും നോമ്പിന് വെറൈറ്റി സ്നാക്സ് ആയിട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കിക്കോളൂ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.